പ്രിയങ്കരനായ തരം MP പ്രൊഫസർ KV തോമസ് അവർക്ക് ഞാൻ ഈ പബ്ലിക്കേഷന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതമാണ്. പ്രകാശനകർമ്മം നിർവഹിക്കാൻ വേണ്ടി സന്തോഷപൂർവ്വം ഇവിടെ സന്നിഹിതനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശ്രീ T.N. വിശ്വനാഥ ഞാൻ സ്വാഗതം ആശംസിച്ചു. ഈ പുസ്തകം സ്വീകരിക്കുവാനായിട്ട് ഇവിടെ സന്നിഹിതനായിട്ടുള്ള ശ്രീമാൻ P.A. ഫെലിക്സ് അവർക്കും ഞാൻ സ്വാഗതം ആശംസിച്ചു. സന്നിഹിതനായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ സംഗമയിൽ ഒരുമിച്ച് FICTയിൽ നടക്കുന്ന ഒരു ലേബർ കോൺഫറൻസിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന് സമർപ്പിച്ച കൊച്ചിൻ മേഖലയിലെ വിവിധ തൊഴിലാളി യൂണിയനുകളുടെ മെമ്മോറാണ്ടങ്ങൾ പ്രധാനപ്പെട്ടത് ബോണസിൻ്റെ ലിമിറ്റിൽ നിന്നും തൊഴിലാളികൾ ഉൾക്കൊള്ളാൻ വേണ്ടി അവരുടെ സ്കെയിൽ ഒന്ന് വർദ്ധിപ്പിക്കണം. FICTയിൽ മാത്രം 23,000-ഓളം തൊഴിലാളികളുള്ളത് കഷ്ടിച്ച് 5,000-ൽ തൊഴിലാളികൾക്ക് മാത്രമാണ് ബോണസിനകത്ത് നിൽക്കാൻ കഴിയും. അതിൽ കൂടുതലുള്ള ആളുകൾ 19,000 തൊഴിലാളികൾ ബോണസിന് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരും അവരുടെ ശമ്പള സ്കെയിലും ചില വ്യതിയാനങ്ങൾ പഠിക്കുമ്പോൾ അവർക്ക് ഈ പേഴ്സണൽ സാലറിഡ് ആളുകളുടെ ഇൻകം ടാക്സിൽ നിന്നും അവരെ ഒഴിവാക്കാൻ എന്താണ് മാർഗം എന്ന് പറഞ്ഞു. ഇവിടെ ചില ഫാക്ടറികളിൽ ഉൽപാദനം കുറയാൻ ഒരു കാരണം തൊഴിലാളികളുടെ ചോദ്യം, ഞങ്ങൾ കൂടുതൽ ജോലി ചെയ്ത് കൂടുതൽ ശമ്പളമാണ് ഇതെങ്ങനെ ഒഴിവാക്കാൻ കഴിയും എന്ന് പറഞ്ഞു. നമ്മുടെ മൊത്തം ടാക്സേഷൻ സ്ട്രക്ചർ കുറെ കൂടി ലളിതമാക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം കൂടുതൽ നിയമങ്ങൾ കൊണ്ടുവന്ന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണ് ആലോചിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് ഗവൺമെന്റിന്റെ നയം എല്ലാ കാര്യത്തിലും കാര്യങ്ങൾ ലളിതമായി കൊണ്ടുപോകും. ജനങ്ങൾക്ക് നിന്ന് തിരിക്കേണ്ട കാര്യങ്ങൾ അത് കുറച്ചുകൂടി മാന്യമായി തിരിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നതിന് താല്പര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നിവിടെ റിലീസ് ചെയ്യുന്ന ബുക്ക് സാധാരണ ആളുകൾ തങ്ങളുടെ ഇൻകം ടാക്സ് കൊടുക്കാൻ സഹായകരമാകുന്നത്. ഞാനൊക്കെ കോളേജിൽ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ ജാനുവരി മാസമാണ് ഇത് ലഭിച്ചാൽ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇത് റിലീസ് ചെയ്യുന്നതിന് പ്രൊഫസർ തോമസ്, മാത്യു ബൈലി, എൻ്റെ സ്നേഹിതൻ ഫെലിക്സ്, ജോസഫ് വർഗീസ്, ഇവിടെ സന്നിഹിതരായിരുന്ന മാന്യരെ, പ്രസ് ക്ലബിൽ ഇത്രത്തോളം ഉള്ള ഒരു ജനക്കൂട്ടം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ മുമ്പ് 2 തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും സാധാരണ ഇത്ര ആൾക്കാർക്ക് ഈ ഒരു ഫംഗ്ഷൻ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പ്രൊഫസർ മാത്യു ബൈലിയും പ്രൊഫസർ തോമസും ഇൻകം ടാക്സ് ആക്ടിൻ്റെ പ്രശ്നത്തിന് കുറച്ച് പറയുകയുണ്ടായി. അതായത് പ്രൊഫസർ തോമസ് ഇൻഡിക്കേറ്റ് ചെയ്തു ഇൻകം ടാക്സ് ആക്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വലിയ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാനൊരു പ്രത്യേകിച്ച് ഇൻകം ടാക്സ് നിയമം ഓരോരോ വകുപ്പും വായിക്കാൻ തുടങ്ങി അവസാനിക്കുന്നതിന് മുമ്പ് കൺഫ്യൂഷൻ അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവുകയില്ല. ആദ്യം ഓരോരോ വകുപ്പിലും കാണാൻ ഒരു വകുപ്പിലും മെയിൻ സെക്ഷൻ തന്നെ, മുഖ്യമായിട്ടുള്ള സെക്ഷനിൽ തന്നെ അതിൽ പാരന്തസിസ് ക്ലാസസ് ഉണ്ടാവും.
ഡാഷസ് ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞാൽ മെയിൻ ക്ലാസ് മനസ്സിലാക്കാൻ തന്നെ വളരെ അത്യന്തം ബുദ്ധിമുട്ടും. അതിൻ്റെ ഇടയ്ക്കാണ് അതിൻ്റെ കൂടെ തന്നെ ഓരോരോ ക്ലാസ്സിലുണ്ടോ 10 എക്സെപ്ഷൻസ്, എക്സ്പ്ലനേഷൻസ്, പ്രൊവൈസോസ്, ഓരോരോ ഭാഗത്തും തന്നെ 2-3 പേജുകൾ, ചിലപ്പോൾ 5-6 പേജുകൾ കൂടി സെക്ഷൻ 11, സെക്ഷൻ 13 എടുത്തു പോയാൽ വളരെ നീണ്ടുപോകുന്ന ഓരോ വകുപ്പുകളാണ്. അപ്പോൾ സെക്ഷൻ വായിക്കാൻ തുടങ്ങി അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുമെന്ന് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് ഇൻകം ടാക്സ് ആക്ട്. പിന്നെ ഓരോരോ സെക്ഷൻ തന്നെ ഒരാൾക്ക് എത്ര ടാക്സ് കൊടുക്കാൻ എന്താണെന്നുള്ള എക്സെപ്ഷൻസ്, എന്താണ് എക്സെപ്ഷൻസ് പരിഗണിക്കണമെങ്കിൽ പല ഡിഫറെൻറ്റ് സെക്ഷൻസ്, പല ഭാഗത്തുള്ള സെക്ഷൻസും പല ചാപ്റ്ററുകളുള്ള സെക്ഷൻസും വായിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടാവും. എന്നാൽ ഒരു സാധാരണക്കാരൻ ഒരു ഇൻകം ടാക്സ് സാധാരണക്കാരൻ ഇൻകം ടാക്സ് കൊടുക്കുന്നത് എല്ലാവരും മറ്റേ ചാപ്റ്ററിനെ കുറിച്ച് വെച്ച് ബുദ്ധിമുട്ടി എഴുതുന്നത് വരില്ല. പക്ഷേ സാധാരണക്കാരനെ കക്ഷി എന്നുള്ളൊരു നിയമമാണ്